ഹേയ് ബ്രദർ, സിസ്റ്റർ, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, അതെ പ്രതീക്ഷിക്കാത്തിടത്ത്, സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരിക്കുന്ന ഇതേ അനുഭവത്തിൽ തന്നെ ഇന്നലകളിൽ കേട്ട വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തിക്കുവാൻ പോകുക. നിന്നോട് പറഞ്ഞ് നീ കേട്ട വാഗ്ദത്തങ്ങളെ തന്നെ. ഞാൻ രതീഷ്, നിങ്ങളയക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്യ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം പരാതിയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ. അതേ പാസ്റ്റർ, ഒത്തിരി ആലോചനകൾ, ഒത്തിരി വാഗ്ദത്തങ്ങൾ, ദൂതുകൾ, പ്രവചന ശബ്ദങ്ങൾ കേട്ടു. പക്ഷേ ഉള്ളിൽ സന്തോഷം തോന്നി. എങ്കിലും കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഭയമാണ് മിച്ചം. സാഹചര്യം ഒട്ടും അനുകൂലമല്ല. എങ്ങനെ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ കേട്ട വാഗ്ദത്തങ്ങൾ, സമൃദ്ധിയുടെ, വർധനവിൻ്റെ, അത് ആ പ്രോസ്പെരിറ്റിയുടെ ആ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിറവേറും? അല്ലേ സഹോദര, ആയിരിക്കുന്ന സ്ഥാനത്ത് പഴയ സാഹചര്യങ്ങളെല്ലാം പോയി. എത്തപ്പെട്ട സമയത്ത് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നു, അല്ലെങ്കിൽ നീ പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്. കേട്ട വാഗ്ദത്തത്തിൻ്റെ പിൻബലത്തിൽ നീ അവിടെ പോകും, അവിടെ വർദ്ധിക്കും, അവിടെ നിനക്കൊരു സമൃദ്ധി ഉണ്ടാകും. ഒന്നുമില്ലായ്മയുടെ അവസ്ഥകൾ മാറും. സ്വന്തം ഭവനം, മക്കൾക്ക് വേണ്ടി അല്പമായ നിക്ഷേപം, 4 പേരുടെ മുമ്പിൽ തലനിവർത്തി നിൽക്കുന്ന അനുഭവം, അതിന് വേണ്ടതുണ്ടാകും. ആലോചന കേട്ട് പ്രാർത്ഥനയോടെ കടന്നുപോയി. പക്ഷേ ഇപ്പോഴോ ആയിരിക്കുന്ന സ്ഥലത്തിൻ്റെ അനുഭവം തന്നെ മാറി. സ്വദേശിവൽക്കരണം, പല പല നിയമങ്ങൾ കടന്നു വരുന്നു. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. നിൻ്റെ ക്വാളിഫിക്കേഷൻ ഇന്ന് അതൊരു ക്വാളിഫിക്കേഷൻ ആണോ എന്ന് പോലും അവർ ചോദിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിനക്കും തോന്നുന്നുണ്ട് നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അതൊരു ജോലിയേ അല്ലാതായി തീർന്നിരിക്കുന്നു. ആണേ, പിന്നെ എങ്ങനെ വാഗ്ദത്തം നിവർത്തിയാവും? അയ്യോ, ഇപ്പോൾ അതൊന്നും ഓർക്കാറില്ലേ? എങ്ങനെയെങ്കിലും ഓരോ നാളും കഴിഞ്ഞങ്ങ് പോകണം. അല്ലേ സഹോദരി? ആ ഭവനത്തിനകത്ത് ചെന്ന് കയറിയ സമയത്ത് ആ വാഗ്ദത്തങ്ങൾ മുഴുവൻ നെഞ്ചിനകത്ത് ഇങ്ങനെ ജ്വലിച്ച് കത്തി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം വെള്ളം വീണ് അടഞ്ഞു പോയ, അതെ, കരിന്തിരി കത്തിയ അവസ്ഥയിലായിത്തീർന്നു. സാഹചര്യം മുഴുവൻ പ്രതികൂലമായി മാറി. അന്ന് കണ്ട സ്വപ്നങ്ങൾ നിവർത്തിക്കുവാൻ പോകുന്ന ഒരു അനുഭവവുമില്ല. എല്ലാം ഉണ്ടാകും. ഭർത്താവിൻ്റെ അപ്പനും അമ്മയും, സ്വന്തം അപ്പനെയും അമ്മയും പോലെ ആകും. സഹോദരങ്ങൾ, ബന്ധുക്കൾ, പുതിയ പുതിയ അനുഭവങ്ങൾ പ്രതീക്ഷിച്ച് കടന്നുപോയതാണ്. പക്ഷേ ഇന്ന് എല്ലാവരും ശത്രുക്കളായി മാറിയിരിക്കുന്നു. പിടിച്ചു നിൽക്കുവാൻ വേണ്ടി നീ യുദ്ധം ചെയ്യുക. ഓരോ ദിവസത്തെ ആഹാരത്തിന് വേണ്ടി, പായും തലാണ് ലഭിക്കുവാൻ വേണ്ടി, അതെ, കയറിക്കിടക്കുവാൻ ഒരിടത്തിന് വേണ്ടി നീ യുദ്ധം ചെയ്യുക. അപ്പോഴാ വാഗ്ദത്തങ്ങൾ. പ്രിയ പാസ്റ്റർ, ഈ വാഗ്ദത്തങ്ങളൊക്കെ ഞാൻ എന്നേ കളഞ്ഞത്. അല്ലേ മാതാവേ, പിതാവേ, ഉദരത്തിലെ തകർത്ത് കളയുവാൻ ശ്രമിച്ച, അതെ, ആ ശത്രുവിനെ തകർത്ത് ദൈവം തലമുറയെ കയ്യിൽ തന്നു. അന്ന് തൊട്ടേ കേൾക്കുന്ന വചനമാണ്, കേൾക്കുന്ന പ്രവചന ശബ്ദമാണ്, ആലോചനകളാണ്. കർത്താവ് തലമുറകളെ മാനിക്കും. ഞാൻ കരഞ്ഞതുപോലെ കരയുന്ന അനേകർക്ക് ആശ്വാസവും പ്രത്യാശയുമായി എൻ്റെ തലമുറകൾ മാറും. അവർ മുഖാന്തരം ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഞാനിന്ന് അനുഭവിക്കുന്ന കഷ്ടതയ്ക്കും കണ്ണുനീരിനും എൻ്റെ തലമുറകൾ മുഖാന്തരം അവർ ആർത്തി വരും. അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. ഒത്തിരി സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചു. പക്ഷേ ഇന്ന് തലമുറകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാണ്. പാസ്റ്റർ, ഞാൻ കേട്ട വാഗ്ദത്തങ്ങൾ, ഞാൻ കേട്ട പ്രവചനങ്ങൾ ഈ തലമുറകളിലൂടെ എങ്ങനെ നിവർത്തിക്കും? മദ്യത്തിന്, മയക്കുമരുന്നിന്, ലഹരിക്കും അടിപ്പെട്ട് ജയത്തിൻ്റെ പടി കയറുവാൻ കഴിയാതെ പരാജയത്തിൻ്റെ പടികുഴിയിൽ വീണുകൊണ്ടിരിക്കുന്ന തലമുറകൾ. നല്ലതൊന്നും അവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയുവാനില്ലെന്നല്ല, നിനക്കോർത്തെടുക്കുവാൻ ഭയം തോന്നും വിധത്തിൽ അധമപാതാളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന സ്വഭാവദൂഷ്യങ്ങളുടെ കെട്ടുകളിൽ കെട്ടപ്പെട്ടായിരിക്കുന്ന തലമുറകൾ. ഇനി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ രക്ഷപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ പരാജയത്തിൽ വീണുപോയ അനുഭവങ്ങൾ. പഠിപ്പിച്ചു, ജോലിയില്ല. വിവാഹത്തിന് വേണ്ടി സമയമായി, അതിൻ്റെ പിന്നാലെ നടക്കുന്നു. പ്രായം ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു പോവുകയാണ്. നല്ല വിവാഹങ്ങൾ നടക്കുന്നില്ല. ഒന്നും നല്ലത് തലമുറകളിൽ കാണുവാനും അത് അനുഭവിച്ച് സന്തോഷിക്കുവാനും കഴിയാത്ത അവസ്ഥ. കേട്ട വാഗ്ദത്തങ്ങളൊക്കെ ഡോക്ടറിൻ്റെ മുമ്പിൽ MRIയും CTയും ഒക്കെ ആയിട്ട് ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി അതെല്ലാം പോയി. ഇതൊക്കെ ചുമ്മാ വെറും വാക്കാണ്. ദൈവം പറ്റിച്ചു. അല്ലേ? ആ ബിസിനസ്സിനെ കുറിച്ച് കേട്ട ആലോചനകൾ, ദൂതുകൾ, നിൻ്റെ ഭാവിയെക്കുറിച്ച് കേട്ട ദൂതുകൾ, നീ അത് അടിസ്ഥാനപ്പെടുത്തി കണ്ട സ്വപ്നങ്ങൾ എല്ലാം വെറുതെ ആയിപ്പോയി. കാരണം സാഹചര്യം അനുകൂലമല്ല. കേൾക്ക്, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാമെന്നൊരു വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രവചനദൂതായിരിക്കാം, വാഗ്ദത്തത്തിലൂടെ ആയിരിക്കാം, ദൈവിക ആലോചനയിലൂടെ ആയിരിക്കാം, വചനത്തിലൂടെ ആയിരിക്കാം, നിങ്ങളായിരിക്കുന്ന സ്ഥലം, ആയിരിക്കുന്ന സ്ഥാനം അതിന് അനുയോജ്യമല്ലാതെ വരികിൽ
ദൈവം നിങ്ങളെ പറ്റിച്ചു എന്ന് അർത്ഥം ഉണ്ടോ? നോക്കൂ, ഇനി ചിന്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 27-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവൻ അടുത്തു ചെന്ന് അവനെ ചുംബിച്ചു, അവൻ അവൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത്. തുടർന്ന് അനുഗ്രഹം കാണുവാൻ കഴിയും. അനുഗ്രഹിച്ച വ്യക്തി ഇസഹാക്ക്, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്. അനുഗ്രഹം പ്രാപിച്ച വ്യക്തി ഇസഹാക്കിൻ്റെ മകനായ യാക്കോബ്. അപ്പൻ ഒരു മകനെ അനുഗ്രഹിക്കുകയാണ്. വിശ്വസ്തനായ ഗോത്രപിതാവായ ദൈവത്തിൻ്റെ ഭക്തനായ ഇസഹാക്ക് ഒരു മകനെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹം അല്ലേ, വാഗ്ദത്തം, പ്രവചനം, എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ തുടർന്ന് യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ വ്യക്തമായൊന്ന് മനസ്സിലാക്കണം. അനുഗ്രഹം കേൾക്കുന്നിടത്ത് ആ അനുഗ്രഹമൊക്കെ കിട്ടുമ്പോൾ യാക്കോബ് പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? ഞാനിതാ ഇവിടെ മാനിക്കപ്പെടുവാൻ പോകുന്നു. അപ്പൻ്റെ വായിൽ നിന്ന് കേട്ടതൊക്കെ, അപ്പൻ എന്നോട് പറഞ്ഞ ദൈവാലോചനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കും. ആ പ്രോസ്പെരിറ്റിയുടെ, സമൃദ്ധിയുടെ, വർധനവിൻ്റെ, ഐശ്വര്യത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകും. പക്ഷേ കേൾക്കണമേ, വാഗ്ദത്തം കേട്ടവൻ അടുത്ത് തുടർന്ന് സംഭവിക്കുന്നത്, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമാണ്. അത് തന്നെ, വാഗ്ദത്തം കേട്ടു, പക്ഷേ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം. അയ്യോ, എവിടെ പോയി രക്ഷപ്പെടും? എങ്ങനെ അല്ലേ? പ്രാണനും കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം. ഓടി ഓടി എവിടെയാണ് ചെന്നെത്തിയത്? അതാ ശ്രദ്ധിച്ചോ, ലാബാൻ എന്ന് പറയുന്ന തൻ്റെ അമ്മായിയപ്പൻ്റെ ഭവനത്തിനകത്ത് ഈ പുള്ളി വാ തുറക്കുന്നത് തന്നെ കള്ളം പറയാനും, ഈ പുള്ളി എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ യാക്കോബിനെ എങ്ങനെ പറ്റിച്ച് യാക്കോബിൽ നിന്നുള്ളത്, അല്ലെങ്കിൽ യാക്കോബ് കഷ്ടപ്പെടുന്നതിന് എങ്ങനെ കൈവശമാക്കാം, ഇത് മാത്രമാണ്. അത് തന്നെയല്ലോ അവിടെ. എങ്ങനെയെങ്കിലും അടിമപ്പണി ചെയ്യിപ്പിച്ച് നിന്നിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഊറ്റിയെടുക്കണം. അത് സ്ഥാപനമായാലും വീടായാലും എല്ലാവർക്കും അത് തന്നെ, അതിനപ്പുറമൊന്നുമില്ല. നീ അവിടെ ഒരു വിഷയമല്ല, അങ്ങനെ ഒരു സ്ഥലത്താണ് പോയി നിൽക്കുന്നത്. അതാണ് സങ്കടം, ചങ്ക് കത്തിപ്പോകുന്ന വേദന. അപ്പോൾ ഏകദേശം ആ മുഖപുര മനസ്സിലായല്ലോ. അതിനർത്ഥം എല്ലാം തീർന്നു. അയ്യോ, അനുഗ്രഹം കിട്ടിയതാണ്, വാഗ്ദത്തം കേട്ടതാണ്. എന്നിട്ട് ഓടി 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 അപ്പനടുത്തില്ല, അമ്മ അടുത്തില്ല, സഹോദരങ്ങളില്ല. കേൾക്ക്, വല്ലാത്ത സങ്കടമല്ലേ? വാഗ്ദത്തം കേട്ടിട്ട് ഓടാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് വാ തുറന്ന നിന്നെ എങ്ങനെ പറ്റിക്കാം, നിൻ്റെ ശമ്പളം എങ്ങനെ തരാതിരിക്കാം, നിനക്കവിടെ എങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാമെന്ന് ചിന്തിക്കുന്നവരുടെ മധ്യത്തിൽ അല്ലേ സഹോദരി, മക്കളെ? അവിടെ അങ്ങനെയല്ലേ? അവർ വാ തുറക്കുന്നതിനെ നിൻ്റെ ജീവിതത്തിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ളവരുടെ മധ്യത്തിലായിരിക്കുക. നോക്കൂ, എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 42-43 വാക്യങ്ങൾ. ബലമില്ലാത്ത ആടുകൾ ചരയേൽക്കുമ്പോൾ അവയെ വച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുകളും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഇതാണ് അപ്പൻ്റെ അനുഗ്രഹം. എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇതാണ്. നീ സമ്പന്നനായിത്തീരും, നീ അനുഗ്രഹിക്കപ്പെടും, നീ വർദ്ധിക്കപ്പെടും. പക്ഷേ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം എന്താണ്? സാഹചര്യം ഒട്ടും അനുകൂലമല്ല. നിന്നെ തകർത്ത് കളയുവാനും നിന്നിലുള്ളത് കവർന്നെടുക്കുവാനും അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ മടിയില്ലാത്തവരുടെ മധ്യത്തിൽ നീ ആയിരിക്കുന്നു. കേൾക്ക്, അവിടെ എൻ്റെ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. ഇന്നലകളിൽ കേട്ട വാഗ്ദത്തങ്ങൾ ഒട്ടും അനുകൂലമല്ലാത്ത അതേ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിവർത്തിക്കുവാൻ പോകുന്നു. അതേ സഹോദര, ആ രാജ്യത്ത് നീ കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ പോകുന്നു. ലാബാൻ്റെ ഭവനത്തിൽ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെട്ടതുകൊണ്ട് വചനം പറയുന്നു, ഉൽപ്പത്തി പുസ്തകം 32:10, ഒരു വടിയോടുകൂടി പോയവൻ 2 വലിയ കൂട്ടമായി മടങ്ങി. ഒരു മടങ്ങി വരവുണ്ട്. നഷ്ടപ്പെട്ടവനായല്ല, പ്രാപിച്ചവനായി ഒരു മടങ്ങി വരവ് നിനക്ക് ഉണ്ട്. ഓ, താങ്ക് ലോർഡ്. സഹോദരി, ആ ഭവനത്തിൽ നീ ചെന്ന് കയറിയ ഭവനത്തിൽ എൻ്റെ ദൈവം നിന്നെ നിശ്ചയമായും അനുഗ്രഹിക്കും. നിന്നെ തകർക്കുവാനും മുടിക്കുവാനും മാത്രം വായു തുറക്കുന്നവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ തലമുറകളെ എങ്ങനെ തലകുനിപ്പിക്കാം, അവർക്ക് വിരോധമായി എന്തൊക്കെ പറയാം, എന്തൊക്കെ ചെയ്യാം, അവരുടെ ഭാവിയെ നശിപ്പിക്കാം. ഓ സ്തോത്രം. അവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം നിൻ്റെ തലമുറകളെ വർദ്ധിപ്പിക്കും. ആ ബിസിനസ്,
അതെ, ആ തുടങ്ങിയ ദ്വേഷത്ത് നിൻ്റെ ബിസിനസ്സിന് അഭിവൃദ്ധി ഉണ്ടാകും, വർധനവുണ്ടാകും. ഷബാല റാധൂറിയ ശമന റഥരെ ശന്താർഗന. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാവരും ശത്രുക്കളാണ് പാസ്റ്റർ, ഇവിടെ എല്ലാവർക്കും അതെ എന്നോട് ശത്രുതയാണ്, ആർക്കും എന്നെ ഇഷ്ടമല്ല, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല. പക്ഷേ കേൾക്ക്, അവർ ഭയപ്പെടുന്നുണ്ട്. വലുതാകട്ടെ ചെറുതാകട്ടെ നിൻ്റെ ബിസിനസ് മുഖാന്തരം ആ മേഖല അറിയപ്പെടുവാൻ പോകുക. അതെ, ഞാൻ ആ ദൂത് ആവർത്തിച്ച് കൈമാറട്ടെ. നിൻ്റെ ബിസിനസ് മുഖാന്തരം, നീ ചെയ്യുന്ന ബിസിനസ് മുഖാന്തരം ആ ബിസിനസ് മേഖല നിൻ്റെ പേരിൽ അറിയപ്പെടുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് റബ്ബാലാമ ഷെഖനെ. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സുകൾ മുഖാന്തരം, നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകൾ മുഖാന്തരം, റിബാ ഷേഖേനെ, ശുശ്രൂഷക നിൻ്റെ ശുശ്രൂഷ മുഖാന്തരം, റാബാലാമ ഷേഖേനെ, ദേശത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേകർ നിൻ്റെ ശുശ്രൂഷ മുഖാന്തരം അറിയപ്പെടുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. പ്രാർത്ഥിക്കുന്ന മാതാവേ പിതാവേ, നീ മുഖാന്തരം ദേശം അറിയപ്പെടുവാൻ പോകുന്നു. അത് ചിലർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് അവർ വിരോധമായി എഴുന്നേൽക്കും. ആമേൻ. സ്തോത്രം. നീ കേട്ടത് ദൈവത്തിൽ നിന്നാണെങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ അത് നിവർത്തിക്കും. നോക്കൂ, അനുഗ്രഹിക്കുന്ന സമയത്ത് ഇസഹാക്ക് യാക്കോബിൻ്റെ വസ്ത്രങ്ങളുടെ വാസന മണത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിധത്തിൽ ദൈവം വാസന മണക്കുന്ന ഒരു അനുഭവം ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 8-ാം അധ്യായത്തിലാണ് നോഹയുടെ യാഗത്തിൻ്റെ സൗരഭ്യ വാസന ദൈവം നുകർന്നു അല്ലെങ്കിൽ മണത്തു. പ്രാർത്ഥനയെന്ന യാഗസൗരഭ്യം പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ ദൈവം മണക്കുന്നുണ്ട്. റീബാലാമ ഷെഖനെ. അത് അനുഗ്രഹമായി അറാറത്തിന് മുകളിൽ വർധനവിൻ്റെ സമൃദ്ധിയുടെ വിശാലതയുടെ അനുഭവമായി അത് വെളിപ്പെട്ടുവെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പ്രാർത്ഥനയുടെ സൗരഭം അവിധത്തിൽ ദൈവിക നീതിയായി, അതേ നിൻ്റെ വർധനവായി, നിൻ്റെ അനുഗ്രഹമായി വെളിപ്പെടുവാൻ പോകുന്നു. അപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? കോൺടാക്റ്റ് ചെയ്തോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാനും ചേർന്ന് പ്രാപിക്കുന്നവരായി മാറുവാൻ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും അവസരമുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്ക് പ്രൈസർ ഫാമിലിയുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവിങ്കിലേക്ക് എന്ന പ്രോഗ്രാമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്തോ, വലിയ അനുഗ്രഹമായിരിക്കും. വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. ജോയിൻ ചെയ്ത് നോക്ക്. വെള്ളി ഞായർ സഭയുടെ മീറ്റിങ്ങുകൾ, വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവായി പ്രാർത്ഥിക്കും. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിൽ. വൈകുന്നേരം 3 മണി മുതൽ കാട്ടക്കടയ്ക്കും നെയ്യാറ്റുകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ ഒരു 2ാമത്തെ സെക്ഷൻ മീറ്റിംഗ് പ്ലാൻ ചെയ്തു. ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവിൻ്റെ നാമത്തിൽ പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? അവിധത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേട്ട വാഗ്ദത്തങ്ങൾ, ആലോചനകൾ ഒത്തിരിയുണ്ട്. ഒന്നും നിവർത്തിക്കുവാൻ കഴിയാതെ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ ഭയന്നും തളർന്നുമായിരിക്കുന്നു. സ്വർഗം ഒരു അത്ഭുതത്തെ പ്രവർത്തിച്ചു. അതേ, ഇന്ന് വരായിരിക്കുന്ന ഇതേ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിൽ ഇവരെ അങ്ങ് വർദ്ധിപ്പിക്കണമേ കർത്താവേ. തൊഴിലിടങ്ങളിൽ ഇവർ വർദ്ധിക്കട്ടെ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമായി തീരട്ടെ. തൊഴിൽ ലഭിക്കുവാൻ ഏജ് കഴിഞ്ഞു, സാഹചര്യമില്ല, സാധ്യത അനുകൂലമല്ല. ആ അവസ്ഥയുടെ മധ്യത്തിലും സ്വർഗം ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. രാജ്യങ്ങളുടെ വാതിലുകൾ വാഗ്ദത്തം പ്രവർത്തിക്കാൻ തുറന്നു വരട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ, വിദേശങ്ങളിൽ പഠനങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിസകൾക്കായി വെയിറ്റ് ചെയ്യുന്നവർ വിസകൾ വരട്ടെ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ, മൈഗ്രേറ്റ് ചെയ്യുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ, സ്വർഗം പ്രവർത്തിക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്നവർ വഴികളെ തുറക്കണമേ. നല്ല റിസൾട്ടുകൾ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ സ്വർഗം അങ്ങ് അനുഗ്രഹിക്കണമേ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങളെ സ്വർഗം അങ്ങ് നൽകണമേ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ അനുഗ്രഹത്തിൽ ചേർന്ന് വരട്ടെ. റീതാബാലാമ ഷേഖനെ റാധൂറിയ ശബല റധരെ ഷന്ധാർഗന
രോഗികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും വഴിയട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. ശാരീരികമായി മാനസികമായി ബലഹീനപ്പെടുത്തുന്ന ഡിപ്രഷനിലേക്ക് തള്ളിയിടുന്ന രോഗങ്ങൾ ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. ജോലി ചെയ്യുവാൻ കഴിയാത്ത ശാരീരിക അസ്വസ്ഥതകളും ബലഹീനതകളും മാറിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും, അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. കൂടെ കൂടിയോ? നിശ്ചയമായും കർത്താവ് വർദ്ധനവിലേക്ക്, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും. ഞങ്ങൾ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജുകൾ എത്തിക്കുവാൻ മടിക്കേണ്ട. പ്രൈസർ ഫാമിലി കൂടെ ഉണ്ട്. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.